കനറ ബാങ്കിൻ്റെ പുതിയൊരു ATM കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കനറ ബാങ്കിൻ്റെ തന്നെ ATMൽ പോയിട്ട് ATMൻ്റെ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന ഓപ്ഷനുകളെ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പുതിയ ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്ത് അതിനൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ATM കാർഡിൻ്റെ പിൻ നമ്പർ എന്ന് പറയാറില്ലേ, അത് തെറ്റായ ഉച്ചാരണമാണ്. പിൻ എന്നേ പറയാവൂ. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ 4 അക്ക പിൻ അഥവാ ആ പാസ്വേഡാണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കനറ ബാങ്കിൻ്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എങ്കിലും ഓക്കെ, കനറ ബാങ്കിൻ്റെ പുതിയ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായി നമുക്ക് നേരെ കനറ ബാങ്കിൻ്റെ ATMലേക്ക് പോകാം. ഇത് കനറ ബാങ്കിൻ്റെ CDM ആണ്. ഇത് ടച്ച് സ്ക്രീനാണ്. കൂടാതെ സ്ക്രീനിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ബട്ടണുകളും ഉണ്ട്. അതുകൊണ്ട് സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ ടച്ച് ചെയ്തുകൊണ്ടും വശങ്ങളിലുള്ള ആ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ടും ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കനറ ബാങ്കിന് ATM-ഉം ഉണ്ട്. പക്ഷേ ATM ടച്ച് സ്ക്രീൻ അല്ല. അതുകൊണ്ട് സ്ക്രീനിൻ്റെ സൈഡിലായിട്ടുള്ള ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് അതിലെ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാൻ. ATM കാർഡിന് പിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കനറ ബാങ്കിൻ്റെ ATM-ലും അതേപോലെ ഈ CDM-ലും വരുന്ന ഓപ്ഷനുകളൊക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ കനറ ബാങ്കിന്റെ ATMൽ നിന്നാണ് പിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ CDMൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ATMലും ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായിട്ട് ഈ CDMന്റെ ഈ സൈഡിലാണ് കാർഡ് റീഡർ ഉള്ളത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൽ ഇൻസർട്ട് ചെയ്യാൻ. അങ്ങനെ ഇൻസർട്ട് ചെയ്ത ശേഷം കാർഡ് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കാർഡ് മെഷീനിൽ ലോക്കായി. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ 4 ഓപ്ഷനുകൾ വരുന്നതാണ്. അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷനായ ഗ്രീൻ പിൻ ഫോർഗോട്ട് പിൻ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യാനായിട്ട് ആ ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഗ്രീൻ പിൻ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ അത് സെലക്ട് ചെയ്തതും ആ ഓപ്ഷൻ സ്ക്രീനിൽ നിന്ന് പോയി. ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആ മലയാളത്തിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ OTP ലഭിക്കാൻ എന്ന ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് സെലക്ട് ചെയ്യാനായിട്ട് ബട്ടണാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ 4 ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള 3ാമത്തെ ഈ ബട്ടണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ OTP ലഭിക്കാൻ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ, അതിന്റെ അവസാനത്തെ 4 അക്കങ്ങൾ ടൈപ്പ് ചെയ്യാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ കനറ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവിടുന്ന് ഒരു പാസ്ബുക്കും നൽകിയിട്ടുണ്ടല്ലോ. ആ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതിലെ അവസാനത്തെ 4 അക്കങ്ങൾ നമ്മൾ മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യണം. അപ്പൊ ഈ മെഷീനിൽ കീപാഡ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പറിന്റെ അവസാനത്തെ 4 അക്കങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ശരിയല്ല തുടങ്ങിയ 2 ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ താഴെയുള്ള ശരിയല്ല എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ക്രീനിലെ ആ തെറ്റായ നമ്പറുകൾ ഇതുപോലെ മാഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കീപാഡിൽ ശരിയായ നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് നേരത്തെയും ടൈപ്പ് ചെയ്തത്. അതേ നമ്പർ തന്നെ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അത് ശരിയാണെങ്കിൽ ഇനി നമുക്ക് ആ ശരി എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പൊ ശരി എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ടച്ച് ചെയ്യേണ്ടത്. ഇനി ശരിയല്ല എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് താഴെയുള്ള ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ശരിയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കനറ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് ഒരു OTP ഇപ്പൊ വരുന്നതാണ്. അപ്പൊ അതിലുള്ള ആ OTP മെഷീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സർവീസിന് 27 രൂപ കനറ ബാങ്ക് നമ്മളിൽ നിന്ന്
ഈടാക്കുമെന്നും സ്ക്രീനിന്റെ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കനറ ബാങ്കിലേക്ക് ഞാൻ നൽകിയിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് എനിക്കിപ്പോ വന്ന OTPയുടെ SMS ഇതാണ്. ഈ SMS മുകളിൽ തന്നെ 892284 എന്നൊരു നമ്പർ ഇവിടെ കാണുന്നില്ലേ, അതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന താൽക്കാലിക പിൻ അഥവാ ആ OTP. അപ്പൊ ഇതാണ് ഞാൻ മെഷീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന SMS-ൽ വേറൊരു നമ്പറാണ് ഇതേപോലെ ഇവിടെ കാണുക, അത് നിങ്ങൾ മെഷീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ആ OTP കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തത് ഹൈഡ് ചെയ്തിട്ടാണ് സ്ക്രീനിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി ആ OTP ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ സ്ക്രീനിലുള്ള ശരിയല്ല എന്ന ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ അതൊന്ന് ടച്ച് ചെയ്ത് കാണിക്കാം. അങ്ങനെ അതിൽ ടച്ച് ചെയ്തത് തന്നെ തെറ്റായ ആ OTP സ്ക്രീനിൽ നിന്ന് ഇപ്പൊ മാഞ്ഞു പോയി. ഇനി കറക്റ്റായ OTP ഞാൻ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ അത് കറക്റ്റായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ ശരി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ശരിയായിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ശരിയല്ല എന്ന ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം ആ ശരി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ പ്രസ് ചെയ്ത് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കാണിച്ചത്. ഇനി ഞാൻ ആ ശരി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ OTP നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത സ്ക്രീനിൽ പുതിയ പിന്ന് രേഖപ്പെടുത്തുക എന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. ഇനിയാണ് നമ്മുടെ ATM കാർഡിന് നമ്മളൊരു പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങൾ വരുന്ന പുതിയൊരു പിന്ന് നിങ്ങൾക്ക് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ATM കാർഡിന്റെ പിന്ന് തന്നെ മതിയെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കീപാഡിൽ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന 4 അക്ക നമ്പറുകൾ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതും തന്നെ സ്ക്രീനിൽ അത് കാണിച്ചെങ്കിലും അത് അപ്പൊ തന്നെ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയി. അപ്പൊ ഇവിടെ സ്ക്രീനിൽ ശരിക്കും വീണ്ടും ആ പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് കാണിക്കുക. പക്ഷെ ഇവിടെ സ്ക്രീനിൽ അങ്ങനെ കാണിക്കുന്നില്ല. കാരണം ഒരു തവണ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്ക്രീനിൽ വീണ്ടും പുതിയ പിന്ന് ടൈപ്പ് ചെയ്യുക എന്ന് കാണിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ കീപാഡിൽ ആ നമ്പർ തന്നെ ക്രമം തെറ്റാതെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത പിന്ന് തന്നെ ക്രമം തെറ്റാതെ വീണ്ടും കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ മെഷീനിൽ റെസിപ്റ്റ് വരുന്ന ഭാഗത്ത് നിന്ന് ഈ ഒരു ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ പിൻമാറ്റം വരുത്തൽ പൂർണ്ണമായിരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. ഈ പിൻമാറ്റം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്തല്ലോ, അതൊരു താൽക്കാലിക പിന്നാണ്. അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ പിന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ കനറ ബാങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ച പുതിയ ATM കാർഡിന് ഞാൻ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുതൽ ATM-ൽ ഈ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ട്രാൻസാക്ഷൻ ഞാൻ നടത്തുമ്പോഴും ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ എനിക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. സ്ക്രീനിൽ ഇപ്പോൾ ദയവായി താങ്കളുടെ കാർഡ് പുറത്തെടുക്കുക എന്നുകൂടി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ATM കാർഡ് ഇനി പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് കനറ ബാങ്കിൽ നിന്ന് ഒരു പുതിയ ATM കാർഡ് ലഭിച്ചാലും ഇനി പഴയ ATM കാർഡിന്റെ പിന്ന് നമ്മൾ മറന്നു പോയാലും നമ്മൾ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.